പ്രണയം നടിച്ചുള്ള വിവാഹ വഞ്ചനയെ നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ ലേഖകളിൽ അത് ലവ് ജിഹാദ് അല്ലായിരിക്കും. എൻ്റെ പൊന്നാര പീസിയുടെ മോനെ, ആ പാവപ്പെട്ട ജഗതി ശ്രീകുമാറിൻ്റെ മകള് ഹിന്ദുവായ പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ മതവിശ്വാസം നിലനിൽക്കുകയാണോ നീ വിവാഹം കഴിച്ചത്? ആ പെൺകൊച്ചിനെ നീ മതം മാറ്റിയില്ലടാ, ക്രിസ്ത്യാനിയാക്കിയിട്ടല്ലേ പോലെ കല്യാണം കഴിച്ചു. അന്ന് ജഗതി ശ്രീകുമാർ നിനക്ക് വിവാഹം കഴിച്ച് തരാനുള്ള കാരണം എന്താ? മതം മാറ്റിയിട്ട് ആ പെൺകൊച്ചിനെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത് കാണാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? എന്തേ കാരണം? ആത്മഹത്യ ചെയ്ത ക്രിസ്ത്യാനിനെയും അതുപോലെ തന്നെ മതം മാറാതെ ക്രിസ്ത്യാനിക്കൊപ്പം ജീവിച്ച പെണ്ണിനെയൊക്കെ അവസാനം എവിടെ അടക്കുക? തെമ്മാടിക്കുഴിയിൽ അടക്കുക. നീ വലിയ ലവ് ജിഹാദും മറ്റും മണ്ണാങ്കട്ടൊക്കെ നീ പറയുന്നുണ്ടല്ലോ. നിനക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ ഈ പറയപ്പെട്ടതുപോലെ എല്ലാവരെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ആ സ്നേഹത്തിനും ഇഷ്ടത്തിനും ഒന്നും മതമില്ല എങ്കിൽ എന്തുകൊണ്ട് ആ പെൺകുട്ടിനെ ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കായിരുന്നത്? ആ പെണ്ണിനെ ആ പെൺകുട്ടിയുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ തന്നെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിയാക്കിയത്? അപ്പോൾ നീ പറയും ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ്. ഞങ്ങൾ വിശ്വസിക്കും, ഇനിയും വേണമെങ്കിൽ വിശ്വസിക്കാം. നീയും പി സി ജോർജ് ചേട്ടനും പറഞ്ഞൊക്കെ ഞങ്ങൾ വിശ്വസിക്കും. കേട്ടാ? നിസ്കരിക്കണ്ടേ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കണം, മനസ്സിലായ? വേന്ദ്ര